ഏതായാലും ആദ്യം കോവിഡ് തന്നെ നോക്കാം. സ്വാഭാവികമായിട്ടല്ലേ. കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം 1.5 ലക്ഷം കടന്നതോടെ അതീവ ജാഗ്രതയിലാണ് രാജ്യം. കർശന നിയന്ത്രണങ്ങളിലൂടെ വ്യാപനം തടയാനുള്ള ശ്രമത്തിലാണ് വിവിധ സംസ്ഥാനങ്ങൾ. വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ വിതരണ അനുമതി നൽകിയേക്കും എന്നാണ് അറിയുന്നത്. കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം 1.5 ലക്ഷം കടന്നതോടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ മഹാരാഷ്ട്രയിൽ 63,294 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വാരാന്ത്യ ലോക്ഡൌൺ അവസാനിച്ചതിനാൽ ഇത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും. ഉത്തർപ്രദേശിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് നിലവിലേത്. 15,353 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. രോഗവ്യാപനത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിലും രോഗികളുടെ എണ്ണം 10,000 കടന്നു. അതേസമയം വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ വിതരണ അനുമതി നൽകിയേക്കും. 5 കോവിഡ് പ്രതിരോധ വാക്സിനുകൾക്ക് കൂടി അനുമതി നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിവൈറൽ മരുന്നായ റെംഡെസിവിറിന്റെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചു. കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നതുവരെ റെംഡെസിവിർ ഇഞ്ചക്ഷൻ അടക്കം കയറ്റുമതി ചെയ്യില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. ആശങ്ക ഉയർത്തി സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. സ്ഥിതി വിലയിരുത്താനെന്ന് ചീഫ് സെക്രട്ടറി കളക്ടർമാരുടെയും DMOമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് മെഗാ വാക്സിനേഷന്റെ ആദ്യ ദിനം മികച്ച പ്രതികരണമാണ്. 62,000-ലധികം പേരാണ് ഇന്നലെ വാക്സിൻ സ്വീകരിച്ചത്. കൂടുതൽ വാക്സിൻ എത്തിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് മെഗാ വാക്സിനേഷൻ മുടങ്ങിയേക്കും. ആശങ്ക ഉയർത്തുന്നതാണ് കോഴിക്കോട്ടെ രോഗവ്യാപനം. 6 പഞ്ചായത്തുകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് FLTSകൾ പുനരാരംഭിക്കാനും തീരുമാനിച്ചു. TG സജിത്ത്, വിനേഷ് കുമാർ എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. സജിത്തിലേക്ക് പോവുകയാണ്. സജിത്ത്, ഗുഡ് മോർണിംഗ്. പറയുന്നത് ഗുഡ് മോർണിംഗ് ആണെങ്കിലും നമുക്ക് അത്ര ആശ്വസിക്കാനുള്ള വാർത്തയല്ല വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മെഗാ വാക്സിനേഷൻ ഏതാണ്ട് 62,000-ലധികം പേർ വാക്സിൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അല്പം മുമ്പ് ഗോപി പറഞ്ഞതാണ് ഏതാണ്ട് 12 ലക്ഷം ഡോസ് വാക്സിനുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നതെന്നാണ്. എന്താണ് വാക്സിൻ്റെ ഒരു പൊതുസ്ഥിതി? എന്താണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു സാഹചര്യവും അതുതന്നെയാണോ? വാക്സിനേഷൻ ക്യാമ്പുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മുന്നിൽ കാണുന്നത് വാക്സിൻ ക്ഷാമമാണോ സംസ്ഥാനം? ലലു, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വേഗത്തിൽ വാക്സിനേഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളം വളരെ വേഗത്തിലാണ് വാക്സിനേഷൻ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു പുതിയ തുടക്കമായിരുന്നു ഇന്നലെ മുതൽ ആരംഭിച്ചത്. മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആരംഭിക്കുക. ഇത്തരം ക്യാമ്പുകളിൽ കൂടുതൽ പേരിൽ വളരെ വേഗത്തിൽ വാക്സിൻ എത്തിക്കുക, രോഗവ്യാപനം തടയുക, ഇതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ ഇന്നലെ മുതൽ ഇത് വളരെ സജീവമായി നടക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 62,000-ഓളം പേർക്കാണ് വാക്സിനേഷൻ നൽകിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മുന്നിൽ പുതിയൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത്, വാക്സിൻ ക്ഷാമം. നേരത്തെ സംസ്ഥാനത്ത് വാക്സിൻ ലഭ്യതക്കുറവ് എന്നൊരു പ്രതിസന്ധി സംസ്ഥാനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ്. പക്ഷേ ഈ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിച്ചതോടുകൂടി വാക്സിൻ്റെ ലഭ്യത ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. നിലവിൽ 32,000-ഓളം വാക്സിൻ ഡോസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് സ്റ്റോക്കുള്ളത്. ഇതാണ് നിലവിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം. അതായത് സംസ്ഥാനം ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിൻ്റെ നിലവിലെ വാക്സിൻ ലഭ്യതയുമായി ബന്ധപ്പെട്ട് കഴിയില്ല. അതാണ് പ്രതിസന്ധി. എന്തായാലും ഇത് പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കൂടിയാലോചനകളിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്ന സൂചന. എന്തായാലും മെഗാ വാക്സിനേഷൻ ക്യാമ്പിലൂടെ തന്നെ സംസ്ഥാനത്തെ രോഗവ്യാപനം തടയാം എന്നതാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. നമുക്ക് നിലവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാകും. കഴിഞ്ഞ ഒരു 4 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പ്രതിദിനം 1000-ലധികം രോഗികളുടെ വർധനമാണ് ഓരോ ദിവസവും രേഖപ്പെടുന്നത്. അത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 10-ന് മുകളിലേക്കും ഉയരുന്നു. ഇതാണ് സാഹചര്യം. 44,000-ലധികം രോഗികൾ നിലവിൽ കോവിഡ് രോഗികൾ സംസ്ഥാനത്ത് ചികിത്സയിലുമുണ്ട്. ഇത്തരത്തിൽ സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് നമുക്ക് വാക്സിൻ്റെ ലഭ്യത ഒരു പ്രതിസന്ധിയായിട്ട് വരുന്നത്. എന്തായാലും ഇന്നടക്കം നടക്കുന്ന യോഗങ്ങളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വാക്സിൻ ലഭ്യത സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. എന്തായാലും മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളുമായി സർക്കാർ മുന്നോട്ട് പോകും. സഹിത്, ഇന്നലെ നേരത്തെ നമ്മൾ സംസാരിച്ചായിരുന്നു. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ എടുക്കുന്ന നമ്മൾ ന്യൂസ് 18 പരിപാടികളിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. അതിലിപ്പോൾ സഹിത് പറഞ്ഞ പോയിന്റ് തന്നെ വാക്സിൻ്റെ
ഒരു ക്ഷാമം. അപ്പോൾ ഈ ക്രഷിംഗ് ദ കർവ് എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് എങ്ങനെയാണോ രോഗവ്യാപനം, ആ രോഗവ്യാപനത്തിൻ്റെ അതേ തോതിൽ തന്നെ നമുക്ക് വാക്സിനേഷനും കൊണ്ടുപോകണം. അതായത് ഒരു ദിവസം സൈത്ത് പറഞ്ഞ പോലെ ഒരു ദിവസം 1000-ഓളം പേര് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പേർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുകയും വേണം. ഈ ഒരു ക്ഷാമമുള്ളപ്പോൾ ആ ഒരു ക്രഷിംഗ് ദ കർവ് എന്നുള്ള കൺസെപ്റ്റ് അതുപോലെ നടക്കുമോ, അതോ എത്രയും പെട്ടെന്ന് മരുന്നെത്തിക്കാനുള്ള അടിയന്തര ശ്രമങ്ങളാണോ നടത്തുന്നത്? മരുന്നെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും മരുന്നിൻ്റെ ലഭ്യത, വാക്സിൻ്റെ ലഭ്യതയില്ലെങ്കിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോവില്ല. കാരണം അത് വാക്സിൻ ഇല്ലെങ്കിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. മറ്റൊന്നുകൂടിയുള്ളത്, സംസ്ഥാനത്ത് പൊതുവിൽ വാക്സിനോട് വളരെ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ചില മേഖലകളിലെങ്കിലും ആൾക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ക്യാമ്പുകളിലേക്ക് വലിയ രീതിയിൽ ആൾക്കാരെത്തുന്നു, കൂട്ടത്തോടെ ആൾക്കാരെത്തുന്നു. പ്രത്യേക ഏജ് ലിമിറ്റ് 45-ന് മുകളിൽ എന്ന ഏജ് ലിമിറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് വീണ്ടും പരിഷ്കരിക്കപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ പ്രായം കുറഞ്ഞവരിലേക്കും വാക്സിൻ എത്താനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവിടെ എല്ലാം വെല്ലുനാവുന്നത് വാക്സിൻ്റെ ലഭ്യതയാണ്. വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. കേരളം പോലെ വളരെ വേഗത്തിൽ വാക്സിനേഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുക, കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുക, ഇതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിനൊരു അനുകൂല പ്രതികരണം ഉണ്ടാകും തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ. എന്തായാലും അത്തരം പ്രതീക്ഷകളുമായി മെഗാ വാക്സിനേഷൻ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ഓക്കെ സജിത്ത്, വളരെ നന്ദി. ഏതായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. കോഴിക്കോട് നിന്ന് വിനേഷ് കൂടി ചേരിയാണ്. ഗോപി, ഇത് സ്ഥിതി സങ്കീർണമാണ്. പക്ഷേ ഇനിയൊരു നിയന്ത്രണത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ്. നമ്മൾ ആദ്യത്തെ ആ ഒരു നിയന്ത്രണത്തിൻ്റെ ആ ഒരു ആഘാതത്തിൽ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വരുന്നേ ഉള്ളൂ. കോവിഡ് കാലത്ത് പോയ അവരുടെ ജീവിതമൊക്കെ ആളുകൾ ഇങ്ങനെ തിരിച്ചു പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് വീണ്ടും ഈ രണ്ടാം ഘട്ടം വരുന്നത്, അതും അതിതീവ്ര വ്യാപനം എന്ന ഭീഷണിയിലേക്ക് പോകുന്നത്. കോഴിക്കോട് ഏതാണ്ട് 6 പഞ്ചായത്തുകളിലാണ് പുതിയ കണ്ടെയ്ൻമെൻറ് സോണുകൾ പ്രഖ്യാപിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിനേഷ് ചേരുന്നു. വിനേഷ്, നിലവിൽ കേരളത്തിൽ ഏറ്റവും ഗുരുതരമായി ഈ രണ്ടാം ഘട്ട വ്യാപനം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 6-7 പഞ്ചായത്തുകളിൽ പുതിയ കണ്ടെയ്ൻമെൻറ് സോണുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എത്തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് ഈ വ്യാപനം നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക? ലല്ലു, ഗോപികൃഷ്ണൻ, കോഴിക്കോട് പൊതുവെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു നിയന്ത്രണം, അതായത് നിയന്ത്രണം കുറച്ചുകൂടി കടുപ്പിക്കാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജില്ലാ ഭരണകൂടം അക്കാര്യം പറയുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കർശനമാക്കാൻ തന്നെയാണ് തീരുമാനം. ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഒരു വാരാന്ത്യ ലോക്ക്ഡൗൺ ഉൾപ്പെടെ എന്തുകൊണ്ടാവാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാണ്. ഇന്നലെ മാത്രം 1271 പേർക്കാണ്. ഇതിൽ കുറച്ച് 8-9 പേരൊഴികെ ബാക്കിയെല്ലാം തന്നെ സമ്പർക്കത്തിലൂടെയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 5 മണിക്ക് ശേഷം ആളുകൾക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ വാഹന പരിശോധന കുറച്ചുകൂടെ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ പൊതുയോഗങ്ങളും മറ്റും നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ, മറ്റ് സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെ പരിപാടികൾക്കെല്ലാം തന്നെ വിലക്കുണ്ട്. ഇനി മറ്റുള്ള ഇപ്പോൾ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾ, ഇതിലെല്ലാം തന്നെ നിയന്ത്രണം വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ നിയന്ത്രണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ കൂടുതൽ വാക്സിനേഷൻ ക്യാമ്പയിൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി കൂടുതൽ വാക്സിനേഷൻ നടപടികൾ നടക്കുന്നുണ്ട്. ഓരോ ഡിവിഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡിവിഷനിലും കൃത്യമായി തന്നെ ഈ ഒരു ക്യാമ്പായി തന്നെ നടക്കുന്നുണ്ട്. മറ്റു പഞ്ചായത്തുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഇപ്പോൾ പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 1271 പോസിറ്റീവ് കേസുകൾ ഇന്നലെ ഉണ്ടായപ്പോൾ 8200 ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇപ്പോൾ 35,000-ഓളം ആളുകൾ ഇപ്പോഴും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയല്ല, നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ ഈ ജില്ലയിൽ ഇൻസിഡന്റ് കമാൻഡർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഇൻസിഡന്റ് കമാൻഡർമാർ ഓരോ സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ കൃത്യമായി തന്നെ അവരുടെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും. അപ്പം തന്നെ ഈ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇത് ജില്ലാ ഭരണകൂടം നേരിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ചെയ്യുന്നത്. എന്തായാലും നിയന്ത്രണങ്ങൾ ഇപ്പോൾ ബീച്ചുകളിലൊന്നും തന്നെ 5 മണിക്ക് ശേഷം ആളുകൾക്ക് പ്രവേശനമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ബീച്ചുകളിലെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇതൊന്നും പലപ്പോഴും നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ കഴിയാതെ വന്നു. ഒരു പരിധിവരെ ഇത് വർദ്ധിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള
പരിപാടികൾ, പൊതുയോഗങ്ങൾ, ഇതെല്ലാം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കേസുകൾ വർദ്ധിക്കാൻ കോഴിക്കോട് കാരണമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും നിയന്ത്രണങ്ങൾ ശക്തമായി തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതിന് ഇന്ന് കുറച്ച് കാര്യങ്ങൾ, അത് ഇന്ന് വീണ്ടും കൂടുതൽ നിയന്ത്രണത്തിലേക്ക് ആളുകൾ കൂടുന്ന മാളുകളിലും മറ്റും നിയന്ത്രണം കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഇന്ന് ഉണ്ടായേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, വിനേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ വഴിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കട്ടെ. പ്രേക്ഷകരോട്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. സ്ഥിതി വലിയ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്സിൻ ക്ഷാമം എന്നുള്ളൊരു വലിയ ഭീഷണി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സാമൂഹ്യ അകലവും പാലിച്ച് മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ച് നമുക്ക് ഈ കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മാറി നിൽക്കാം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇന്നലെ 2-3 തവണയാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതും ആരോഗ്യ വിദഗ്ധരും എല്ലാം വന്ന് പങ്കെടുത്തതും ഇവരെല്ലാം പറയുന്നത് തന്നെയാണ്. കാരണം ഒരു മാസ് വാക്സിനേഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ വാക്സിൻ ക്ഷാമം എന്നുള്ളൊരു ഭീഷണി ഇവിടെ വരുന്നുണ്ട്. നിലവിൽ 45 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് ഈ വാക്സിൻ എടുക്കുന്നത്. അതിൻ്റെ താഴോട്ടുള്ളവരുടെ എല്ലാം അവർക്ക് ഏത് നിമിഷവും ഈ രോഗം വരാമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഇത് വരില്ല നിയമമൊന്നുമില്ലല്ലോ, സ്വാഭാവികമായിട്ടും അവർ ഹൈ റിസ്കിലാണ് നിൽക്കുന്നത്. അതെ, അതുമല്ല, നമ്മുടെ ഓരോ നേതാക്കന്മാർക്കും ഓരോ ദിവസം റിപ്പോർട്ട് ചെയ്യണം, ഓരോരുത്തർക്കും പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാർ എത്രയും വേഗം പോയി ആ ടെസ്റ്റ് നടത്തുക എന്നുള്ളൊരു അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കൂടുന്നത്. കാരണം എല്ലാവരും ടെസ്റ്റിന് പോകണമെന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, 1-ാം തരംഗത്തിൽ പോലും 1 ലക്ഷത്തിന് മുകളിൽ രാജ്യത്ത് പോയിരുന്നില്ല. 2-ാം തരംഗത്തിൽ തുടർച്ചയായിട്ട് 6-ാമത്തെ ദിവസമാണ് 1 ലക്ഷത്തിന് മുകളിൽ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന കോവിഡിനല്ല ഇപ്രാവശ്യം മരണനിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു തരം നിയന്ത്രണങ്ങളും സർക്കാർ അടിച്ചേൽപ്പിക്കുക എന്ന് കരുതാതെ സ്വയം നിയന്ത്രിക്കുന്നതാണ്. ആളുകൾ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അബദ്ധങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു ചോദിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് ശരി എല്ലാവരും റോഡിൽ ഇറങ്ങിക്കൊണ്ട് പിന്നെ നമുക്കും ഇറങ്ങാം എന്നുള്ള ആ ദയവ് ചെയ്ത് അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പോകരുത്, അത്തരമൊരു നിലപാടിലേക്ക് പോകരുത് എന്ന് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത അബദ്ധങ്ങളുടെയൊക്കെ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കൂടി നമുക്ക് ചേർത്ത് വയ്ക്കണം. അതിൻ്റെ കൂടിയാണ് വാക്സിൻ ക്ഷാമം. ഏതായാലും വരും മണിക്കൂറുകളേറെ നിർണായകമാണ്. നമ്മളെപ്പോലുള്ള എല്ലാവരും തന്നെ കൂടുതൽ സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇന്നലെ കണ്ട ഒരു അത്ഭുത കാഴ്ചയാണ്. അത്ഭുതം എന്ന് പറയുന്നത് ആ ലാൻഡിങ് അസാധാരണമായ ലാൻഡിങ് ആയിരുന്നു. ഹെലികോപ്റ്റർ ആ പൈലറ്റിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ എത്രമാത്രം കൂളായിരുന്നു അദ്ദേഹം ആ ഒരു അപകട സമയത്തും എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. യന്ത്ര തകരാറും മോശം കാലാവസ്ഥയും മൂലം കൊച്ചി പനങ്ങാട് ചതുപ്പ് നിലത്തിൽ ഇറക്കേണ്ടി വന്ന ഹെലികോപ്റ്റർ നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റി. ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലറുകൾ അഴിച്ചു നീക്കിയ ശേഷമാണ് മാറ്റിയത്. യൂസഫ് അലിയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അത്ഭുതകരമായാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഡാനിയാണ് വിവരങ്ങൾ വായിച്ചു തരുന്നത്. ഡാനി, ഇപ്പോൾ ഈ പറഞ്ഞത് അത്ഭുതകരം എന്നൊന്നും പറഞ്ഞാൽ പോരാ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പനങ്ങാട് പോലുള്ള നഗരഹൃദയം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് ഒരു ചതുപ്പ് നിലത്തേക്ക് ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുന്ന ഒരു സാഹചര്യം യന്ത്ര തകരാർ മൂലം. എം.എ. യൂസഫ് അലിയും കുടുംബവും സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററാണ്. അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കും എന്നാണ് അറിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ലല്ലു, ഇതുമായി ഏറ്റവും പുതിയ ഒരു കാര്യം ഇതുമായി ചേർക്കാനുള്ളത് ഈ ഹെലികോപ്റ്റർ അവിടെ നിന്ന് നീക്കി എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ആ ചതുപ്പിലേക്ക് ആണ്ടുപോയ ഹെലികോപ്റ്റർ അത് എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും, അതിന് എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഇന്നലത്തെ കൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധനകൾ വൈകിട്ട് പൂർത്തിയാക്കുകയും ഏത് രീതിയിൽ അത് അവിടെ നിന്ന് മാറ്റാമെന്നത് സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധരെ എത്തുകയും അതോടൊപ്പം തന്നെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് വ്യോമയാന വകുപ്പിന്റെ വിദഗ്ധരും ഇത്തരം ഈ ഒരു പഠനത്തിന് വേണ്ടി എത്തിയിരുന്നു. ഇത് പൂർത്തിയാക്കിയ ശേഷമാണ് ഇത് തിരക്ക് കുറയുന്ന സമയം, കാരണം ദേശീയപാതയുടെ സമീപത്താണ് ഹെലികോപ്റ്റർ വന്ന് അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയപാതയിലൂടെ ഇത് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യം ഈ പ്രൊപ്പല്ലറുകൾ, ഇതിന്റെ കൂറ്റൻ പ്രൊപ്പല്ലറുകൾ അഴിച്ചു മാറ്റുകയും അത് ലോറിയിലേക്ക് ട്രെയിലർ വാഹനം ദേശീയപാതയ്ക്ക് അടുത്തേക്ക് എത്തിച്ചിരുന്നു. ഇതിനു ശേഷമാണ് ഏറ്റവും ശ്രമകരമായി വലിയ ക്രെയിൻ കൊണ്ടുവരികയും ചതുപ്പിൽ ആണ്ട ഹെലികോപ്റ്ററിനെ അത് ഉയർത്തിയെടുക്കുകയും പിന്നീട് അത് ട്രെയിലർ ലോറിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇതിനുശേഷം അത് പൂർണ്ണമായും തന്നെ അത് മൂടി
അങ്ങനെ ഒരു പൂർണ്ണമായും അതൊരു കവചിതമാക്കിയതിനു ശേഷമാണ് ഇവിടുന്ന് ലോറി യാത്ര തുടർന്നത്. അറിയാൻ കഴിയുന്നത് നെടുമ്പാശ്ശേരിയിലെ ഈ സ്വകാര്യ വിമാനങ്ങൾ, അതോടൊപ്പം തന്നെ കോപ്റ്ററുകൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ അതിനൊരു യാർഡ് പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് മാറ്റുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള പരിശോധനകൾ, അതോടൊപ്പം തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെയായിരിക്കും നടക്കുക. ഏതാണ്ട് 2.5 മണിക്കൂർ കൊണ്ട് 4:30 മണിയോടുകൂടിയാണ് ഇത് പൂർണ്ണമായും തന്നെ ഇത് ലോറിയിലേക്ക് മാറ്റി തുടർന്ന് യാത്ര തുടരാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ലുലുവിന്റെ ഹെലികോപ്റ്ററുകളും മറ്റും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. സ്ഥലത്ത് ഈ സമയത്ത് തന്നെ സിയാലിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും എല്ലാം തന്നെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ, അതായത് ഇന്നു മുതൽ തന്നെ ഇതിന്റെ ഒരു തുടർ പരിശോധനകൾ നടക്കും. എന്തുകൊണ്ട് ഇത് എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടി വന്നു, അതിന്റെ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അത്ഭുതകരമായിട്ട് തന്നെയാണ് ഇത് വളരെ കൃത്യമായ ഒരു സ്പോട്ടിൽ ഒരു ഹൗസ് പ്ലോട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആ രീതിയിൽ കെട്ടിയിട്ട ഒരു സ്ഥലത്ത് കൃത്യമായ രീതിയിൽ അതിനകത്ത് തന്നെ കൊള്ളിക്കുന്ന രീതിയിൽ ലാൻഡ് ചെയ്ത് ഇറക്കാൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ച് പൈലറ്റിനെ അഭിനന്ദിച്ചുകൊണ്ടും അടക്കം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ അടക്കം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യവസായി എം എ യൂസഫ് അലിയും കുടുംബവും പരിശോധനകൾക്കെല്ലാം വിധേയമായി കഴിഞ്ഞിരുന്നു. ഇന്നലെ തന്നെ അവരെല്ലാം തന്നെ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നുള്ള റിപ്പോർട്ടുകളും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ലല്ലു, വളരെ നന്ദി ഡാനി. ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ്. എം എ യൂസഫ് അലിയും കുടുംബവും സുരക്ഷിതരാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, കുടുംബത്തിനില്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും പൈലറ്റിൻ്റെ ഒരു മനസ്സാന്നിധ്യം, അതും ഗോപി കൊച്ചി നഗരം പനങ്ങാട് പോലൊരു സ്ഥലത്ത് ഡാനി പറഞ്ഞ പോലെ ഹൗസ് പ്ലോട്ട് എന്തൊക്കെ പറയാവുന്ന രീതിയിൽ കെട്ടിമാറ്റി ആ ഒരു സ്ഥലത്ത്, ആ ഒരു ചതുപ്പിൽ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സാന്നിധ്യം തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയേണ്ടി വരും. ഏതായാലും രാവിലെ അതുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളും പരിശോധിക്കും. പ്രദേശത്ത് നിന്ന് പോലീസ് സംഘം കണ്ടെടുത്ത ശാസ്ത്രീയ തെളിവുകളുടെ വിശദാംശങ്ങളും ആരായും. ക്രൈംബ്രാഞ്ച് IG സ്പർജൻ കുമാർ, DYSP P വിക്രമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ മുക്കിൽ പീടികയിൽ കൊലപാതകം നടന്ന സ്ഥലം പരിശോധിച്ചിരുന്നു. കൊല്ലപ്പെട്ട മൻസൂറിന്റെ ബന്ധുക്കളെയും കണ്ടു. അതേസമയം മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജി കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. പെരിങ്ങളം മേഖലയിൽ LDF സമാധാന സന്ദേശ യാത്ര നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:30 കടവത്തൂരിൽ CPM ജില്ലാ സെക്രട്ടറി M. വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മുക്കിൽപീടിയിൽ നടക്കുന്ന യോഗത്തിൽ P. ജയരാജൻ പങ്കെടുക്കും. പനൂർ മൻസൂർ വധക്കേസ് പ്രതി കൂലോത്ത് രതീഷിൻ്റെ മരണത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ പ്രിയത മരണം നടന്ന വളയം കിഴക്കേച്ചാലിലെത്തി വീണ്ടും പരിശോധന നടത്തി. രതീഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അസ്വാഭാവികതയിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പാനൂരിൽ മൻസൂർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം നാട്ടുകാർ പിടികൂടിയത് CPM പ്രവർത്തകൻ ഷിനോസിനെ മാത്രമായിരുന്നു. ഷിനോസിന് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. രതീഷ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. രതീഷിനും കൂടെയുണ്ടായിരുന്നവർക്കും സംഘർഷത്തിൽ മർദ്ദനമേറ്റില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വളയത്ത് കണ്ടെത്തിയ രതീഷിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. ആന്തരാവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മൻസൂർ കൊല്ലപ്പെട്ടതിനു ശേഷം രതീഷും സംഘത്തിലെ 2 പേരും വളയത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിലായിരുന്നെന്നാണ് പോലീസിന്റെ നിഗമനം. പിന്നീടാണ് കിഴക്കേച്ചാലിലെ പറമ്പിൽ രതീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര റൂറൽ SP-യും ക്രൈംബ്രാഞ്ച് DYSP-യും ഫോറൻസിക് സംഘവും സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തി. ഫോറൻസിക് എക്സ്പെർട്ടിന്റെ സാന്നിധ്യത്തിൽ സന്ദർശിച്ചു. രതീഷിന്റെ മൂക്കിലും വായിലും ഉൾപ്പെടെ ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുള്ളത്. രതീഷിനൊപ്പം ഒളിവിലായ മറ്റ് 2 പേർക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. S. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. എത്രയോ കാലമായി മനുഷ്യർ പാടിക്കൊണ്ട് കിടക്കുന്ന ഒരു പാട്ടാണ് ബോണിയമ്മിൻ്റെ റാസ്പുട്ടിൻ പാട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ 2 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു 30 സെക്കൻഡ് വീഡിയോയാണ്, വെറും 30 സെക്കൻഡ് വീഡിയോ മനോഹരമായി നൃത്തം ചെയ്തവർ 2 പേര് അപ്ലോഡ് ചെയ്ത ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയും അതിനെ തുടർന്നുണ്ടായ പൊല്ലാപ്പുകളുമാണ് കഴിഞ്ഞ കുറേ ദിവസം കേരളം ചർച്ച ചെയ്തത്. ഏതായാലും 30 സെക്കൻഡ് കൊണ്ട് ഇത്രയും കുരുക്കൾ പൊട്ടിക്കാവുന്ന ഇവർ 2 പേരും തെളിയിച്ചു എന്നുള്ളതാണ് അതിലൊരു നൃത്തം. ഇതിലെന്തോ പന്തികളിൽ വന്ന കമൻറ്റുകൾ,
ഏതായാലും കേരളം ഒന്നാകെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരുപാട് പേര് ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സഹപാഠികളെല്ലാം കൂടി ഡാൻസ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ഇന്നലെ തന്നെ നമ്മൾ വയനാട് നിന്നുള്ള പെൺകുട്ടിയുടെ നൃത്തം അതും ഭയങ്കര വൈറലാണ്. കേരളീയ വേഷത്തിൽ വന്ന് ഈ പാട്ടിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇന്ന് വരും ഈ ഡാൻസിനോട് ഈ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും ജാനകിക്ക് നവീനും പറയാനുള്ളത് എന്താണെന്ന് കൂടി പ്രേക്ഷകർക്ക് അതറിയാൻ താല്പര്യമാണ്. ഒരു തരത്തിലും തങ്ങൾ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നവീൻ റസാഖും ജാനകി ഓംകുമാറുമാണ്. കോളേജിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചതായും ഇരുവരും ന്യൂസ് 8നോട് പറഞ്ഞു. അവരുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളുമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വ അതുമായി സംസാരിച്ചു. നൃത്തച്ചുവടുകളിലൂടെ സെലിബ്രിറ്റികളായ തൃശൂർ മെഡിക്കൽ കോളേജിലെ ആ ഡാൻസിംഗ് ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ജാനകി, നവീൻ. ആദ്യം ഒരു വൈറലായി വീഡിയോ, അത് കഴിഞ്ഞൊരു കുഞ്ഞു വിവാദം, അത് കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഴുവൻ സപ്പോർട്ട്. ഇപ്പോ എന്താണ് തോന്നുന്നത്? ശരി, ആക്ച്വലി സന്തോഷം തന്നെ ഉള്ളൂ. വേറെ ഇപ്പോൾ എന്താ തോന്നുന്നതെന്ന് ചോദിച്ചാൽ സന്തോഷം. ഞങ്ങളിപ്പം ആദ്യം വീഡിയോ ഇറക്കി, അതിനുശേഷം അത് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ച് വന്നു, പിന്നെ വാട്സാപ്പിൽ റീച്ച് വന്നു, ട്വിറ്റർ വഴി, ഫേസ്ബുക്ക് വഴി, ടിക്ടോക്ക്, അങ്ങനെ എല്ലാത്തിലും റീച്ച് വന്നു. അങ്ങനെ ഓവറോൾ അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടി. ഇൻസ്റ്റാഗ്രാമിലായാലും ഞങ്ങളുടെ മൊത്തത്തിൽ അക്കൗണ്ടിന്റെ റീച്ച് കൂടി. അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അത് ഞങ്ങളെ എഫക്ട് ചെയ്തില്ല. ഞങ്ങളുടെ കോളേജായിട്ട് പിന്നെയും പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോഴും ഹാപ്പിയാണ്. ഞങ്ങൾ അതേ വൈബിൽ അങ്ങനെ പോകുന്നുണ്ട്. ജാനകിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഇടയിലുള്ള പ്രശ്നമൊന്നും ഞങ്ങളെ അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെ വീട്ടുകാരെ ഒന്നും അങ്ങനെ കാര്യം എഫക്ട് ചെയ്തിട്ടൊന്നുമില്ല. സന്തോഷമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഈ റിയാക്ഷൻസ് ഇപ്പോൾ വിവാദം വന്ന ഒരു സാഹചര്യത്തിൽ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായി? ഇല്ല, അവര് ഇതിന് കമന്റ് ചെയ്യാനില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ഞങ്ങളെ അഫക്ട് ചെയ്യാത്തൊരു കാര്യം. അത് അവര് പറയുന്നുണ്ട്. ഇപ്പം ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അത് ഞങ്ങളായിട്ട് അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പൊ ഞങ്ങൾ അതൊന്നും കമന്റ് ചെയ്യുന്നില്ല. കൂട്ടുകാരുടെ ഒരു പിന്തുണ കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയിലാണുള്ളത്. ഇപ്പം യൂണിയൻ ആയാലും IMA ആയാലും എല്ലാവരും സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ ഡാൻസിനാണ് എല്ലാവരും സപ്പോർട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എല്ലാവരും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറഞ്ഞുള്ളൂ. അത് ഞങ്ങൾക്കൊരു നല്ല പ്രചോദനമാണ്. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ പഠിക്കണം, പഠിപ്പിന്റെ കൂടെ ഇത് കൊണ്ടുപോകണമെന്നേ പറയുന്നുള്ളൂ. അതെ, വീട്ടുകാരും അതെ, ഫ്രണ്ട്സും അതെ, എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആദ്യമേ തന്നെ അവര് വളരെ സപ്പോർട്ടീവാ. അത് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പഠിത്തം കൂടെ കൊണ്ടുപോയി അങ്ങനെ പോവാ, അത് തന്നെ എൻകറേജ്മെന്റ് ആണ്. ഇപ്പൊ ആളുകൾ കൂടുതലായിട്ട് തിരിച്ചറിയുന്നു, ആരാധകരുണ്ടാവുന്നു, കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ കണ്ടു, ജാനകിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരെ ആളുകൾ കാണുന്നു. ഈ ഒരു പുതിയ ഒരു സ്റ്റാറ്റസ് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഉയർന്നതിന് എങ്ങനെയാണ്? ആക്ച്വലി അത് ഇപ്പോഴും അങ്ങനെ കംപ്ലീറ്റ് ഡൈജസ്റ്റ് ആയിട്ടില്ല. നമ്മള് ഇത്രയും ദിവസം ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് ഒരു വ്യത്യാസം. അപ്പൊ സന്തോഷമുണ്ട്. ആൾക്കാർ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് അവര് സപ്പോർട്ട് കാണിച്ച് അവർക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കുമ്പോ. റസാഖിനെ നവീനെ തിരിച്ചറിഞ്ഞില്ലേ? എന്നെ കുറച്ചു പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്നെ ഒറ്റയ്ക്ക് കടന്ന തിരിച്ചറിയുന്നതിനേക്കാളും ജാനകിയുടെ കൂടെ നടക്കുമ്പോഴേ തിരിച്ചറിയുന്നുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ കോളേജിന്റെ വെളിയിലോട്ട് പോയിട്ടില്ല, അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ കോളേജിനകത്ത് ഇരിക്കുമ്പോഴും ഇതിലെ ഇപ്പം ഓരോരുത്തർ പാസ് ചെയ്യുമ്പോഴൊക്കെ നിർത്തി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം കുറച്ച് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു, മോർച്ചറി. അങ്ങോട്ട് വന്ന സാറുമാര് ഞങ്ങളുടെ കൂടെ വന്ന് സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇത് എത്ര നാളുണ്ടാവും അറിയില്ല, ഏകദേശം ഒരാഴ്ചയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് ഞങ്ങളെ എൻജോയ് ചെയ്യാം. ഈ തിരിച്ചറിയാത്തതിന് കാരണം ആ വീഡിയോയിൽ കണ്ട റസാഖിന്റെ ഹെയർ സ്റ്റൈൽ, നവീന്റെ ഹെയർ സ്റ്റൈലും ഇവിടെ കാണുന്ന ഒരു ഹെയർ സ്റ്റൈലും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഞാൻ മുടി ചെറുതെ ക്രോപ്പ് ചെയ്ത് ഞാൻ അറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ കുറച്ചുകൂടെ വെച്ചേനെ, മുടി അവിടെ തന്നെ വെച്ചേനെ. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റീല് ചെയ്യാനുള്ള ഒരു തീരുമാനവും ആ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്? പ്രത്യേകിച്ച് അങ്ങനെ അതിന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നും ഇല്ല. ഞങ്ങളുടെ രണ്ടാളും ഇതുവരെ മുന്നേ റീല് ചെയ്തിട്ടില്ല. അപ്പൊ വെറുതെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു റീല് ചെയ്യണം എന്നുള്ളത്, അത്രേ ഉണ്ടായുള്ളൂ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ പാട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി കണ്ടു ടിക്ടോക്കിലൊക്കെ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പാട്ടും ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്താലോ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ. ആ കോറിഡോർ, അതുപോലെ നിങ്ങളുടെ യൂണിഫോം, ഇതെല്ലാമാണ് അത് ഹിറ്റ് ആവാനുള്ള വേറൊരു കാര്യം. ഒന്ന്, നിങ്ങളുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു, ഭയങ്കര ചടുലമായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ആ സ്ഥലം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? ആരെങ്കിലും പറഞ്ഞോ? ഫ്രണ്ട്സ് ആരെങ്കിലും നിർദ്ദേശിച്ചോ?
പിന്നെ ആരാ അത് റെക്കോർഡ് ചെയ്തത്? ആരാ റെക്കോർഡ് ചെയ്തത് എന്റെ ബാച്ച്മേറ്റ് ആണ് മുഷ്താഖ് അലി. അപ്പം അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ റെക്കോർഡ് ചെയ്യാന്നുള്ളൊരു ഞാനും ജാനകിയും പ്ലാൻ ഇട്ടത്. വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഞാനും ജാനകിയും മുഷ്താഖും മാത്രമേ അറിയുന്നുള്ളൂ. അത് എന്നും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് ഈസി ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് HSQ, ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് ആണ്. പേഷ്യൻസ് വരാത്ത ഒരു ഏരിയ ആണ്. അപ്പം അവിടുന്ന് വീഡിയോ എടുത്തു. അപ്പം ക്ലാസ് കഴിഞ്ഞ് ഉടനെ എടുക്കുന്നതുകൊണ്ട് നേരെ സ്ക്രബ്സ് തന്നെ ചെന്ന് എടുക്കുക ചെയ്തത്. ഡ്രസ്സ് മാറാൻ സാവകാശം കൊടുത്തില്ല. ആക്ച്വലി അതൊക്കെയാണ് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആയത്. ആ ബാക്ക്ഗ്രൗണ്ടും സ്ക്രബ്സ് ഉള്ളതുകൊണ്ടാണ് ആ ബെനിഫിറ്റ് കിട്ടിയത്. പിന്നെ ഡാൻസ് മൊത്തത്തിൽ ക്ലിക്കായി. ഇവിടെ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്, രണ്ടുപേരും സ്ഥിരമായിട്ട് അവിടെ ഡാൻസ് ചെയ്യും. എങ്ങനെയാ അതിന്റെ ഒരു രീതികൾ? ഇവിടെ വൈക്കിങ്സ് എന്നാണ് ഡാൻസ് ക്രൂവിന്റെ പേര്. അത് ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഇയർ വരുമ്പോൾ പുതിയ കുട്ടികൾ താല്പര്യമുള്ളവരും ഇനി കളിക്കുന്നവരാണെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ എടുത്ത് നമ്മൾ റെഗുലറായിട്ട് ഇവിടെ പ്രോഗ്രാംസ് ചെയ്യും. കോളേജിൽ പ്രോഗ്രാംസ് ചെയ്യും. ചിലപ്പോൾ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസിന് പോവും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഭയങ്കര മ്യൂച്വലി സപ്പോർട്ടീവ് ആൻഡ് ഒരു നല്ല എൻവയോൺമെന്റ്, ഭയങ്കര നല്ല എൻവയോൺമെന്റ്. ഈ പ്രത്യേകിച്ച് അക്കാഡമിക്സിന്റെ ഒക്കെ ഇടയിൽ റിലാക്സ് ചെയ്യാനൊരു അതെ ഒരു നല്ലൊരു ഇതാണ്, റിലാക്സേഷൻ ആണ്. പഠിച്ചിട്ടുണ്ടോ ഡാൻസ്? ഞാനിപ്പം കോളേജിൽ വന്നിട്ട് ചേട്ടന്മാരായിട്ട് പഠിപ്പിച്ചത്. പണ്ട് സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ കളിച്ചിട്ട് അങ്ങനത്തെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം സീനിയർ ചേട്ടന്മാർ ഇപ്പം പഠിപ്പിച്ചു വന്നു കുറച്ച് പേരുണ്ട്. ഇപ്പം ജസീം ക, ധനുഷേട്ടൻ, ജാവേദ് ക, ആഷികേട്ടൻ, തൊട്ട് സീനിയറായ അശ്വിൻ ചെമ്പുടി, അവരൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഓരോ ഫെസ്റ്റിവൽക്കൊക്കെ വരുമ്പോൾ പിന്നെയും പുറത്തുനിന്ന് കൊറിയോഗ്രാഫേഴ്സ് വരും. ഇപ്പം മൈസെൽഫ് ആൻഡ് മൈ മൂവ്സിലെ ജിഷ്ണുവേട്ടൻ, സുമേഷേട്ടൻ, അവരൊക്കെ ഇവിടെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ 2-3 കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ കളിച്ച് അങ്ങനെ പോകുന്നത്. ജാനകി പഠിച്ചിട്ടുണ്ട്? ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ ഹിപ്പ് ഹോപ്പും വെസ്റ്റേൺ സ്റ്റൈൽസും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചത്. നവീൻ പറഞ്ഞ പോലെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ നിങ്ങളുടേത് ഒരു സീരിയസ് പ്രൊഫഷനാണ്, MBBS പഠിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ MBBS സ്റ്റുഡൻസിൻ്റെ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അല്ല പ്രതീക്ഷിക്കുക. എപ്പോഴും ഗൗരവമായ ചർച്ചകൾ, സെമിനാറുകൾ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ഇതിൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തുടർന്നു കൊണ്ട് പോവുമോ ഈ ഡാൻസ് കാര്യങ്ങളും ഒക്കെ? തുടരുമെന്ന് വെച്ചാൽ മെയിൻ പ്രൊഫഷൻ MBBS തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ ഫൈനൽ ഇയർ, ജാനകി 3rd ഇയർ. ഞാനിപ്പോൾ അടുത്ത വർഷം തൊട്ട് ഹൗസ് സർജൻ ആവും. ജാനകി അപ്പം ഫൈനൽ ഇയർ അത് കഴിഞ്ഞ് എക്സാമിനോട് എടുക്കും. അപ്പോഴും ഞങ്ങളുടെ പ്രൊഫഷൻ MBBS തന്നെ. ഇത് സൈഡിലൊരു ആർട്ട് ഫോം, അത് ആ രീതിയിലേ കൊണ്ടുപോകുന്നുള്ളൂ. ഈ ഡാൻസിനപ്പുറം വേറെ എന്താണ് പാഷൻ? ഡാൻസും ഒരു പാഷനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ട്രാവലിംഗ് ഇഷ്ടമാണ്, മ്യൂസിക് ഇഷ്ടമാണ്. അങ്ങനെ പാടും, പക്ഷെ മൈക്കിൽ ഞാൻ പാടും, പബ്ലിക്കായി ഞാൻ പാടാറില്ല. അതെന്തിട്ടി ബാത്റൂം സിംഗർ? റിസ്ക് എടുക്കുന്നില്ല, വേണ്ട. ജാനകിയോ? ഞാനിവിടെ വേറെ ഡിബേറ്റ് ക്ലബ്ബ് അങ്ങനത്തെ അതിലൊക്കെ കുറച്ച് ആക്റ്റീവാണ്. പിന്നെ മെയിൻലി ഡാൻസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ബേസിക്കലി. അതെ, ഒരു നൃത്തം തുടരുന്ന ഒരു ഡോക്ടറായിട്ടായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക ജാനകിയെ ഞങ്ങൾ കാണുക? ആഗ്രഹമുണ്ട് അങ്ങനെ ആയിരിക്കാനായിട്ട്. അപ്പോൾ എന്നും ഡാൻസ് ഞാൻ കുഞ്ഞിലെ പോലും പഠിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പോൾ അതിങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. വീട്ടുകാരുടെയൊക്കെ ഒരു ഇതെന്താ കാര്യത്തില്? അവര് വളരെ സപ്പോർട്ടീവാ. എന്നും പറയും ഒരിക്കലും വിട്ടുകളയരുത്, എപ്പോഴും ഡാൻസ് കൂടെ വെച്ചേക്കണം, ഒരു സ്ട്രെങ്ത് ആണ്. ഈ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവിടെ ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ കൊല്ലം യൂണിയന്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ അതൊക്കെ ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഡാൻസിനപ്പുറം നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടിയല്ലേ, എങ്ങനെയാണ്? അതെ, ഇപ്പം ഞാൻ 2016 ബാച്ചാണ്. ജാനകിയെ 2017 ജാനകി ജോയിൻ ചെയ്ത് പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ ഡാൻസ് ടീം വഴി തന്നെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ഇടയിലായിരുന്നു കോമ്പറ്റീഷൻ. ഇന്റർ ബാച്ചൊക്കെ വരുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ബാച്ച് ആയിരുന്നു. പിന്നെ അങ്ങനെ വന്നു. പിന്നെ അങ്ങനെ പതുക്കെ കമ്പനി, എല്ലാവരുമായിട്ട് ഇന്റർ ബാച്ച്, ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ്. അങ്ങനെ ഞാൻ ജാനകി പല ഫ്രണ്ട്സ് ഉണ്ട്, അതിലൊരാളാണ് ജാനകി. പ്ലസ് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല കമ്പനിയാണ്. നവീനെ തോൽപ്പിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? നവീനും ഞാനും ഡയറക്റ്റ് കോമ്പറ്റീഷൻ വന്നിട്ടില്ല, പക്ഷെ ഇന്റർ ബാച്ച് റൈവലറി എന്നും ഉണ്ടായിട്ടുണ്ട്. എനിക്കകത്ത് അതുകൊണ്ട് തോൽപ്പിക്കാനും പറ്റില്ലല്ലോ. ഫ്രണ്ട്ലിയാണ്. ഇവിടെ ജനറലി എല്ലാ ബാച്ചസിന്റെ ഇടയിൽ ഭയങ്കര നല്ലൊരു റിലേഷനാണ്. പിന്നെ ഡാൻസ് ടീമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര നല്ല റിലേഷൻ. എല്ലാവരും ഡാൻസ് ടീം മിക്സഡ് ടീമാണ്. ഇപ്പം ഫൈനൽ ഇയേഴ്സ് തൊട്ട് ഫസ്റ്റ് ഇയേഴ്സ് ജോയിൻ ചെയ്ത ബാച്ച് തൊട്ട് എല്ലാവരും ഉണ്ടാവും. പിന്നെ അങ്ങനെയാണ് ഒരു ബോണ്ടിങ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഏതായാലും രണ്ടുപേരും നല്ല മികച്ച ഡോക്ടർമാരാവട്ടെ, ഒപ്പം തന്നെ ഈ പാഷൻ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നവീനും ജാനകിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. രണ്ടുപേർക്കും നൃത്തം ഒരു പാഷൻ തന്നെയാണ്. ഒപ്പം തന്നെ MBBS പഠിച്ച് അതിന് മുകളിലേക്ക്
ഒരു നല്ല ഡോക്ടർമാരായി മാറണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. ഗ്രാഫിറ്റിയിൽ കൂടുതൽ മനോഹരിയായി വയനാട് സുൽത്താൻ ബത്തേരി. ബത്തേരിയിലെ പൊതുവിടങ്ങളിലെ മുഷിഞ്ഞ ചുമരുകളിൽ ഗ്രാഫിറ്റി ആർട്ട് കൊണ്ട് വർണ്ണമനോഹരമാക്കുകയാണ് ചിത്രകാരനായ റഷീദ് ഇമേജും സംഘവും. ഗ്രീഡ്സ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ സജീവ പ്രവർത്തനമാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന റഷീദ്. ഇദ്ദേഹം നാട്ടിലെത്തുന്ന ഇടവേളകളിലാണ് ഈ ഗ്രാഫിറ്റി ആർട്ട് ചെയ്യുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പോകാം. വയനാട്ടിലെ മനോഹര നഗരങ്ങളിലൊന്നാണ് സുൽത്താൻ ബത്തേരി. വർണ്ണപ്പൂക്കൾ വിരിഞ്ഞു നിറഞ്ഞ ഈ നഗരത്തിലെ ശേഷിക്കുന്ന മുഷിഞ്ഞ ചുവരുകളിൽ വർണ്ണങ്ങളുടെ പൂക്കൾ വിരിയിക്കുകയാണ് ചിത്രകാരനായ ബത്തേരി സ്വദേശി റഷീദ് ഇമേജ്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ബത്തേരി ചുങ്കത്തെ മരം കൊണ്ട് നിർമ്മിച്ച പീഡിക കെട്ടിടമാണ് ആദ്യം റഷീദിന്റെ നേതൃത്വത്തിൽ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ വർണ്ണാഭമാക്കിയത്. തുടർന്ന് വിവിധയിടങ്ങളിൽ ഇവരുടെ ചിത്രമെഴുത്ത് തുടരുകയാണ്. മുഷിഞ്ഞ ചുവരുകളിൽ ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രകാരന്മാരെ രൂപപ്പെടുത്തുക എന്നതുകൂടി പൊതു ഇടങ്ങളിലെ ചിത്രമെഴുത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് റഷീദ് പറഞ്ഞു. സുൽത്താൻ ബത്തേരി പോലുള്ള ഒരു മനോഹരമായ നഗരത്തിലേക്ക് ഈ ചെറിയ കുട്ടികളെ അവരെ വൃത്തിയും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ഇതേപോലെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് സമൂഹത്തിൽ വീട്ടിൽ ചിത്രം വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു ഒരു ഊർജം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്. അത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും മെയിനായിട്ടുള്ള മെസ്സേജ്. മനോഹരമായ സുൽത്താൻ ബത്തേരിയെ കൂടുതൽ മനോഹരമാക്കാൻ ഇത്തരത്തിലുള്ള ഗ്രാഫിറ്റി ചിത്രരചനയ്ക്ക് സാധിക്കുമെന്നാണ് റഷീദും ഗ്രീൻസിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയും കരുതുന്നത്. വീട്ടിലെ പോലെ തന്നെ നാട്ടിലെ ഇടങ്ങളും മനോഹരവും വൃത്തിയായും സൂക്ഷിക്കുക എന്ന സന്ദേശവും ഈ ഗ്രാഫിറ്റി ആർട്ട് നൽകുന്നുണ്ട്. ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഒരു വർഷത്തിൽ ഏറി വന്നാലൊരു 2 മാസമൊക്കെ ലീവ് കിട്ടുള്ളൂ. ആ ലീവിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് ചെയ്തു പോരുന്നത്. അപ്പം ഇത് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അതുമല്ല, ചിത്രകലയെ തെരുവിലേക്ക് കൊണ്ടുവന്നിട്ട് ജനങ്ങളുമായിട്ട് ഒരു സ്വീകാര്യത ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അതിപ്പം ഞങ്ങൾ ചിത്രകലാ പരിഷത്ത് പോലുള്ള വലിയ സംഘടനകൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പ്രവാസി കൂടിയായ റഷീദ് ഖത്തറിൽ ഒരു മീഡിയ ഹൗസിന്റെ യൂണിറ്റ് ഹെഡാണ്. നഗരങ്ങളിലെ അഴുക്കു നിറഞ്ഞ ചുമരുകളും പൊതു ഇടങ്ങളും വൃത്തിയാക്കാൻ സന്നദ്ധ സംഘടനകളുടെയും പഞ്ചായത്തുകളുടെയും സഹകരണമുണ്ടെങ്കിൽ കൂടുതൽ സജീവമാകാൻ തയ്യാറാണെന്ന് റഷീദും കൂട്ടുകാരും പറയുന്നു. അങ്ങനെ പൊതു ഇടങ്ങളെ ഗ്രാഫിറ്റി കൊണ്ട് കൂടുതൽ മനോഹരമാക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ ചിത്രകാരന്മാരുടെ കൂട്ടം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്.